വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് വീണ്ടും ഒരു സൺഡേ വന്നേക്കാണ്. അപ്പൊ ഇന്ന് എന്താ പരിപാടി? ഇന്ന് നമ്മളെല്ലാരും കൂടെ ഇവിടുത്തെ ചർച്ചിൽ പോവാണ്. എന്താ ചർച്ചിൽ ഫാമിലി ഫെസ്റ്റ് നടക്കുവാണ്. അപ്പൊ നമ്മള് മാത്രല്ല നമ്മുടെ ന്യൂ ഇയർ ഫുൾ ഫാമിലി ഉണ്ട്. ന്യൂ ഇയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. അതെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമ്മള് പോകുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പൊ ചേട്ടാ പോവാം. നമ്മുടെ ചേട്ടൻ ഫുൾ സെറ്റ് ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ബബ്ലു എല്ലാരും ഉണ്ട്, കുറെ പേര് ബാക്കിലുണ്ട്, കുട്ടികൾ എല്ലാരും, ചേച്ചി ഉണ്ട്, എല്ലാരും ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും ബാക്കിൽ വണ്ടിയിൽ റെഡി ആയിട്ട് ഇരിക്കുന്ന അവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മൂവ് ചെയ്യാം. അങ്ങനെ ചേട്ടന്റെ സ്പെക്സ് അടിച്ചു മാറ്റിട്ടുണ്ട് ഗൈസ്. ചേട്ടന്റെ സ്പെക്സ് അടിച്ചു മാറ്റിട്ടുണ്ട്. ചേട്ടന്റെ സ്പെക്സ് അടിച്ചു മാറ്റിട്ടുണ്ട്. കൊള്ളാല്ലേ? പോലീസാ പോലീസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുട്ടാ, കൊള്ളാട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി. കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റുണ്ട് ഇവിടെ. ക്യാപ്പ് കൊടുത്തില്ല ഞങ്ങള്. സോ നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം എന്താ സംഭവം. ഓക്കെ, നമ്മുടെ ടീംസ് ഒക്കെ ഫ്രണ്ടിലുണ്ട്, കാണിച്ചു തരാം. എല്ലാരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ, ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ടീംസ് എല്ലാരും ഉണ്ട്, പിള്ളേരുണ്ട്, ഗൗനിനുണ്ട്, എല്ലാ ടീംസും ഉണ്ട് ഇവിടെ. അതെ, എല്ലാരും ഇവിടെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും റെഡിയാണ്. നമ്മളിതാണ് ഇതിന്റെ എൻട്രൻസ്. നമുക്കുള്ളിലേക്ക് കയറാം. അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോവാം. അതിന് മുന്നേ ഇവിടെ എന്തോ കൂപ്പൺ എഴുതുവാണോ? അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാം അല്ലേ? ഹലോ, ഹായ് പറഞ്ഞേ. ഹായ്. ശരിയാ, പഴംപൊരി വിത്ത് പഴംപൊരി. അറിയില്ല ചേട്ടാ, നമ്മുടെ ഡാൻസ് ഇറങ്ങിയാലോ? പിള്ളേരൊരു സൈഡായിട്ടുണ്ട്. കളിക്കേ
കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഗെയിം സെക്ഷനിലേക്ക് പോവാല്ലേ. ഗെയിം കളിക്കാൻ പോവാന്ന് പറയുന്നുണ്ട് പിള്ളേര്. അതെ അതെ, നമുക്ക് അങ്ങോട്ട് പോവാം. അതെ അതെ, അവർ ഗെയിമിങ് തുടങ്ങി. അയ്യോ, ഇവിടെ എന്തോ പ്രശ്നമല്ലോ, ഇവിടെ എന്തോ കണ്ണൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അയ്യോ, ഇത് പ്രശ്നമാണോ? ഉറിയടിയാണോ? മാറി വിലക്കടി കിട്ടോ? റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, കീപ് കാം, സ്റ്റഡി. ഓക്കെ, സ്റ്റഡി. 50 മിനിറ്റ്. കണ്ടുവരുന്ന നാട്ടൻ താറാവിനെ ചൂണ്ടയിട്ട് പിടിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സുവർണാവസരം. ഗെയിം കളിച്ചിട്ട് എന്താ കിട്ടിയേ? എന്താ കിട്ടിയേ? വേറെ ഗെയിമിൽ പോവാം. ഇവിടെ ബോൾ ഗെയിമൊക്കെ ഉണ്ടല്ലേ. ഒന്നും മനസ്സിലാവണില്ല. ഓക്കെ ഓക്കെ, ഗോവിന്ദ. അങ്ങനെ അതും പോയി തട്ടി. ഇനി അടുത്തത് നമ്മുടെ ചേട്ടന് ബോൾ എറിയാൻ പോവാ. ചേട്ടൻ ബോൾ എറിയാൻ പോവാ. ചേച്ചിയും ടീംസും ഗെയിം കളിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ ഗെയിം കളിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ കളിക്കുന്നില്ല ഗെയിം? ഒന്നും ചെയ്യുന്നില്ല ഗെയിം? ആണോ? ഇവര് ചേച്ചിമാര് പിണങ്ങിയിരിക്കുക. അപ്പൊ ചേട്ടൻ ബോൾ എറിയാൻ പോവാ. നമുക്ക് നോക്കാം. അവിടെ കുഞ്ഞു വേറെ എന്തോ കളിക്കുന്നുണ്ട്, ശരിയായില്ല. ഇവിടെ പിള്ളേര് കളിക്കുന്നുണ്ട്. പിള്ളേർ ചേട്ടനൊരു ഏറെ എറിഞ്ഞ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും ചേട്ടൻ സംഭവം മിസ്സായി പോയി. ചേച്ചിയുടെ പരാതി പറയുന്നുണ്ട്. ചേച്ചി എന്താണ് പറയാനുള്ളത്? അതെ, ഇവിടെ നമ്മുടെ നേരത്തെ കൊട്ട് വരുന്നുണ്ട്. ചേട്ടൻ വീണ്ടും 7 വീണു. പക്ഷെ ഇനി 2 ചാൻസും കൂടെ ഉണ്ടല്ലോ. 7, 9. ഗോവിന്ദ, ഇത് ട്രൈ ചെയ്യണോ? ഇത് കുറച്ചുകൂടി ഈസിയാ. സൗണ്ട് വരും. ട്രൈ ചെയ്യുന്നോ? വേണ്ട. ഇത് അവിടെ തവളയുണ്ട്, ഇവിടെ ക്യാരംസ് ഉണ്ട്, കൊറേ ഉണ്ടല്ലോ. ഇത് നോക്കി ആ സാധനം നോക്കി, തവളനെ അടിച്ച് ചേർപ്പിച്ചാൽ റെഡിൽ നിർത്തണം. അതായല്ലോ.
ചേച്ചി അവസരം കിട്ടിയോ? ചേച്ചിക്ക് ഗെയിം കളിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കളിക്ക് ചെല്ല്, കമോൺ ഇറങ്ങ്, കളത്തിലേക്ക് ഇറങ്ങ്. ചേച്ചി ഇറങ്ങുന്നില്ല. ഗെയിം രഞ്ജിതേട്ടാ, രഞ്ജിതേട്ടാ ഇത് കളിക്കേ ചേട്ടാ, ഇത് കളിക്കേ. കണ്ണ് കൂട്ടിയിട്ട് ഉറിയടി. അപ്പൊ രഞ്ജിതേട്ടൻ ഉറിയടിക്കാൻ പോവാണ് അല്ലേ? രഞ്ജിതേട്ടാ ആദ്യം ഒന്ന് ട്രൈ ചെയ്തോ. ഒന്ന് അച്ചടി, ആരും തലക്കടിക്കരുത്. നേരെ പോക്കോ, നേരെ പോക്കോ, നേരെ പോക്കോ. ഇച്ചിരി റൈറ്റ്, ഇച്ചിരി റൈറ്റ്, ഇച്ചിരി റൈറ്റ്, കുറച്ച് റൈറ്റ്, റൈറ്റ്, കുറച്ച് റൈറ്റ്, കുറച്ച് റൈറ്റ്, 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 കുറച്ച് റൈറ്റ്, റൈറ്റ്, റൈറ്റ്. ആ ഫ്രണ്ട് പോ, ഫ്രണ്ട് പോ. ഇത് ചതിയാണ് guys. ഇത് ശരിയല്ല ചേട്ടാ. അതിന്റെ ഫ്രണ്ടില് കമ്പ് വെച്ചു. വീഡിയോ ഉണ്ട് ചേട്ടാ, വീഡിയോ ഉണ്ട്. ഡീയുടെ ഒരു അവസ്ഥയിലേക്ക് പോവാണ് ഗൈസ്. ഇവിടെ ഫുൾ അലമ്പായിരിക്കുന്നു. ഫുൾ പ്രശ്നമായിരിക്കുന്നു. നാട്ടുകാർ ഇടപെട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കമ്പ് വെച്ചു. അങ്ങനെ ഹോൾഡ് ചെയ്തു. ആ കമ്പ് വെച്ചു ചേട്ടാ. അപ്പൊ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചേച്ചി അടുത്ത ഗെയിമിലേക്ക് പോയേക്കുവാണ്. നമുക്ക് നോക്കാം. അടുത്തത് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അടുത്ത നമുക്ക് എന്താ ഗോവിന്ദൻ. ആ
യെസ് ഇവിടെ ലൈറ്റ്. അങ്ങനെ ഗെയിമിങ് ഒരു ഇതൊഴിഞ്ഞു. പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ബഹളായി. എന്റെ അലമ്പ് ഡയലോഗൊക്കെയാണ് വ്ളോഗില്. ചേച്ചിയാണോ? അമ്മയും മോനും കൂടി ഐസ്ക്രീം. അപ്പോ ഇവിടെ ഇരുന്നു നമ്മുടെ പരിപാടി. നമ്മളിവിടുന്ന് ഇറങ്ങി എല്ലാരും നിന്ന് വയ്യാണ്ടായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ആ പറയ്. പറഞ്ഞോ പറഞ്ഞോ. നമ്മളെല്ലാരും കൂടെ എൻജോയ് ചെയ്തു. ന്യൂ ഇയറിന് ശേഷം നല്ലൊരു ആദ്യമായിട്ടാണ് ഞങ്ങളും രഞ്ജിത്തിന് കുടുംബത്തിന് നന്ദി പറയുന്നു. നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്നതില് ചേട്ടൻ അവിടെ ഒന്നും അറിയാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല ചേച്ചി പറഞ്ഞു. ഇനി അടുത്ത വർഷം നമുക്ക് ഇതുപോലെ വരാൻ സാധിക്കട്ടെ എന്ന്. അടുത്ത വർഷമല്ലോ നമുക്കിനി പരിപാടികൾ വരുമല്ലോ, നമുക്ക് കൂടാം. നമ്മുടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. കഴിഞ്ഞ ഒരുപാട് സന്തോഷം തോന്നി. അല്ല ഞാൻ പിള്ളേരെ കാണിച്ചതാ. ചേച്ചി പറയണേനിടയില് പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തോ. ഞാൻ പിള്ളേരെ കാണിച്ചതാ. പാപ്പ എന്താ പറയണെന്ന് പാപ്പന്റെ അടുത്ത് അയ്യോ കുക്ക് ഇത് പാപ്പിക്കും പാപ്പിക്കും പണി നോക്കുക. അല്ല ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? അസോസിയേഷനില് എല്ലാവരുടെയും പിള്ളേരുടെയും ചേട്ടാ നമുക്ക് കുറച്ചുകൂടെ വിസ്തരിച്ച് ഏൽപ്പിക്കാം. അതെ 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 കറക്റ്റ്. കുട്ടികളുടെ പ്രസിഡന്റ്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി ചേട്ടാ. എല്ലാം സോൾവ് ആയില്ലേ? ഇനി എന്താ അടുത്ത പരിപാടി? ഞാൻ പറഞ്ഞ പിന്നെ ഇവിടെ കാര്യങ്ങൾ അങ്ങനെ അതെ അതെ. ഇനി എന്താ അടുത്ത പരിപാടി? എന്താ നമ്മള് ഈ വഴി പോയിട്ടേ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കും. ഓക്കെ നേരെ കൊച്ചിയിലിറങ്ങും. പ്രഭാതത്തിൽ വീട്ടിലെത്തും. ഓക്കെ. എന്നിട്ട് ഇപ്പൊ കോള് വന്നു, അതിന്റെ ഇടയിൽ എല്ലാം കട്ടായി പോയി. ഓക്കെ നമുക്ക് എന്തായാലും നേരെ വണ്ടിയിലേക്ക് പോവാം. സോ ഗൈസ് നമ്മുടെ അടുത്ത പരിപാടി ഫുഡ് അടിക്കാൻ. KFC ടൈം. അതെ നമ്മളെല്ലാരും കൂടിയിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് വന്നു. ഇവിടെ ലൈറ്റ് കുറവാ. നമ്മളടുത്ത് ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കുറച്ചിട്ടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്താ ഗോവിന്ദന്റെ ആഗ്രഹ പ്രകാരം ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പിസ്സ ഹട്ട് ഉണ്ട്, മിക്സ് ബിൽഡിംഗ് എല്ലാം ഉണ്ട് ഇവിടെ. സോ സെറ്റായി എടുത്തി. എന്താ നമ്മളെങ്ങടെ പോകുന്നേ? എങ്ങടെ പോകുന്നേ? KFC തിന്നാന്. ചിക്കൻ കഴിക്കാൻ പറയ്. അവിടെ പറയ്. ചിക്കൻ കഴിക്കാൻ പോവല്ലേ? അതല്ലേ അവിടെയാണോ? ഓക്കെ അപ്പൊ നമുക്ക് ചിക്കൻ കഴിക്കാൻ പോവാം. ഓക്കെ ഡൺ പറയ്. Come on guys. പറയ് come on guys. come on guys. So അപ്പോൾ നമ്മളിവിടെ എത്തി. പറഞ്ഞേ നമ്മളിവിടെ എത്തി. KFC എത്തിയപ്പോഴേക്കും ഒരു കുട്ടിയായി. നമ്മളിവിടെ എത്തി ഗൈസ്. പറയ് നമ്മളിവിടെ എത്തി ഗൈസ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം. Come on പറയ്. Come on. അയ്യോ എന്ത് വാങ്ങണം, എങ്ങനെ വാങ്ങണം, ആരെന്ത് കഴിക്കും, ഭയങ്കര ചർച്ചകളാണ് അവിടെ.
അപ്പോൾ നമുക്ക് കഴിക്കാം ഗോവിന്ദ, കഴിക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം അല്ലേ, കാരണം നമ്മുടെ ഫോണിൽ ചാർജ് കുറവാ. ഇപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്, ടീംസ് കുട്ടികൾ അവിടെ ഉണ്ട്, ചേട്ടൻ അവിടെ ഉണ്ട്. ചേട്ടാ എനിക്കൊന്ന് മതി. നമ്മളിവിടെ വരുമ്പോൾ ഭയങ്കര ശാന്തതയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഫുൾ പിള്ളേർ ഓട്ടം, എല്ലാവരും ഒതുങ്ങിയുള്ളൂ. അതെ അതെ, കരച്ചിൽ ബഹളം. ബാക്കി എല്ലാവരും പുറത്ത് പോയി. ഇത്ര നേരം ഫുൾ ഓട്ടമായിരുന്നു ഇവിടെ. നമുക്ക് പുറത്തിറങ്ങിയാലോ എന്നാ, വാ. ഫോൺ ഇപ്പോൾ ഓഫ് ആവും, നമുക്ക് വേഗം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇറങ്ങാം. എല്ലാവരും ഓക്കെ അല്ലേ? ഇറങ്ങാം. ഇവിടെ ആകെ ബഹളമായി. നമ്മളെ ഫുഡ് അടി കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും പോകാനുള്ള തിരക്കിലാണ്. ഒന്നുകൂടി പറയാം, എക്സ്ക്യൂസ് മീ. ഓരോടെ വണ്ടിയിലിരിക്കുന്നേ. ഹലോ ഗൈസ് പറഞ്ഞേ. ഹായ് ഗൈസ്. ഓക്കെ പറഞ്ഞേ, ബൈ ബൈ. See you guys.